ഹലോ കൂട്ടുകാരെ, ഇന്ന് കുറച്ച് അഗ്ലോണിമ പ്ലാന്റുകൾ കണ്ടാലോ? ഈ ചോപ്പന കണ്ടോ? എന്താ ഭംഗി! ഇത് പ്ലാസ്റ്റിക് പോലെയാണ് ഇപ്പോൾ നമുക്ക് കണ്ടാൽ തോന്നുക. അതിൻ്റെ ആ ഒരു മിനുസും എല്ലാം കണ്ടില്ലേ? പ്ലാസ്റ്റിക് അല്ല കേട്ടോ, ഇത് ഒറിജിനൽ ചെടിയാണ്. നല്ല ചുവന്ന അഗ്ലോണിമ പ്ലാന്റാണ്. ഇതാ കരുത്തുള്ള. അടുത്ത ഇതാ രണ്ടാമത്തെ അഗ്ലോണിമ പ്ലാന്റ്, ഇതാ വൈറ്റ്, നമ്മളെ സ്നോ വൈറ്റ്. അതും എല്ലാം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരുപാട് ലീഫൊക്കെ വന്നാണ്. ചെറിയ തൈകളല്ല, 5ഉം 10ഉം അതിൽ കൂടുതൽ ലീഫുള്ളുണ്ട്. അടുത്തതാ ഒരു മൂന്നാമത്തെ അഗ്ലോണിമ പ്ലാന്റ്. അപ്പം ഇതിനൊക്കെ എത്ര ഇലയുണ്ടെന്ന് എണ്ണി നോക്കേണ്ടി വരും, അത്രയും ഉണ്ട് ഇതിനൊക്കെ. ഒരുപാട് ഇലകളുള്ള നല്ല കരുത്തുള്ള ചെടിയാണ്. അപ്പം മൂന്നെണ്ണം കഴിഞ്ഞു. ഇനി അടുത്ത് നാലാമത്തെ അഗ്ലോണിമ പ്ലാന്റ്. ഇത് ചുവപ്പ് കുറച്ചുകൂടി കയറി വരാനുണ്ട്. എന്ത് ഭംഗിയാ! ഇതെല്ലാം 2 തൈ വീതമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇതൊക്കെ പ്ലാസ്റ്റിക് പോലെ അങ്ങനത്തെ നല്ല ഗ്ലേസിങ്ങിലാണ് കിടക്കുന്നത്. ഇനി ഇതാ 5ആമത്തെ അഗ്ലോണിമ പ്ലാന്റ്. എന്ത് ഭംഗിയാണ് കാണാൻ! അടുത്ത ചെറിയ തൈ വരാനൊക്കെ ഉള്ള അത് അങ്ങനെയാണ് ഉള്ളത്. അടിപൊളിയല്ലേ? ഇനി ഇതാ അടുത്തത് 6ആമത്തെ. ഇത് നാരോ ആയിട്ടുള്ള ആ ലീഫാണ് ഇതിന് വരുന്നത്. ഇതൊക്കെ ഒരുപാട് ലീഫുണ്ട് കേട്ടോ ഇതിനൊക്കെ. ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇപ്പം 2 എണ്ണം വീതമൊക്കെ ഇവിടെ ഇപ്പോൾ ഉള്ളൂ. അടുത്തത് പറഞ്ഞ കൂട്ടത്തിൽ എത്രാമത്തേതെന്നുള്ളത് മറന്നുപോയി. 7ആമത്തെയാണെന്ന് തോന്നുന്നത്. അപ്പം കണ്ടില്ലേ, കുഞ്ഞി ഇലകളൊക്കെ പുതിയത് വരുന്നുണ്ട്. പിന്നെ നേരത്തെ ഇവിടെ കുറച്ചുള്ള അഗ്ലോണിമ പ്ലാന്റാണ്. അതിൻ്റെ ഒരു 3-4 തരം ഉണ്ട് ഇവിടെ. ഇതിൽ പച്ച കൂടുതലുള്ള അഗ്ലോണിമ, പിന്നെ നമ്മളെ പിങ്ക് കൂടുതലുള്ള, പിന്നെ സ്നോ വൈറ്റ്. അടുത്തത് സ്നോ വൈറ്റ്. ഇതെല്ലാം നല്ല കരുത്തുള്ള തൈകളാണ് കേട്ടോ. അടിപൊളിയല്ലേ? എല്ലാ ചെടികളും നല്ല. ഇപ്രാവശ്യം കാണിക്കുന്നതിൽ കൂടുതലും ചുവപ്പ് കളറിലാണുള്ളത്. വേറെ കളറ് കുറച്ച് കുറവാണ്. വൈറ്റ് ഒരു 2-3 ഉള്ളൂ. ബാക്കി എല്ലാം നല്ല. ഇത് നല്ല അടിപൊളി ചുവപ്പാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ ചുവപ്പ് അതിനാണ്. പിന്നെ നമ്മൾ പിങ്ക്, എല്ലാം നല്ല ഉഷാറ് ചെടികളാട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ. പിന്നെ അത് 2 എണ്ണം ഞാനിവിടെ നല്ല കളറുള്ള ചട്ടിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഷോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് റൂമിലൊക്കെ വെക്കാനും വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കേ, ബൈ.